എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പച്ചച്ചക്ക എങ്ങനെയാണ് വാട്ടി വെയിലത്ത് വെച്ച് ഉണക്കി നമുക്ക് ചക്കയില്ലാത്ത സീസണിൽ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെക്കുന്നതെന്നുള്ളതാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്ന വിഭവം. അതിനായിട്ട് ഞാൻ കുറച്ച് പച്ചച്ചക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് സ്വല്പം ഉപ്പുവെള്ളം പുരട്ടിയിട്ട് ഒന്ന് വാട്ടിയെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്കയുടെ സീസൺ ഇനിയിപ്പോൾ അങ്ങ് പെട്ടെന്ന് കഴിയും. ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം കൊണ്ട് തീരും. അതുകൊണ്ട് നമുക്ക് സീസൺ അല്ലാത്ത സമയത്തും ചക്ക കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും. നമുക്ക് ഇത് വെള്ളത്തിൽ ഉണക്കി വെച്ചിരിക്കുന്ന ഈ ചക്ക വെള്ളത്തിലിട്ട് കുതിർത്ത് ചക്കപ്പുഴുക്കോ ചക്കവിയലോ നമുക്ക് എന്ത് ഇഷ്ടമുള്ള സാധനങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അതിനായിട്ട് നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇതിനായിട്ട് നമുക്ക് സ്വല്പം ഉപ്പുവെള്ളം തളിച്ച് എല്ലാം ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്തിട്ട് വെള്ളത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ആവി കയറ്റി അത് കുടഞ്ഞ് ഒന്ന് എല്ലാം ഒരുപോലെ വേവുന്നത് വരെ ആക്കിയിട്ട് നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. ഒരു 2-3 ദിവസത്തെ വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും. നല്ല വെയിലുള്ള ദിവസം മാത്രമേ ഈ ചക്ക ഉണക്കാനായിട്ട് ഒരുങ്ങാവുള്ളൂ. ഇല്ലെന്ന് വരില്ല, ചക്ക കേടായി പോകും. ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്, അതുകൊണ്ടാണ് ഞാനിന്ന് ചക്ക വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഉപ്പുവെള്ളം ഒന്ന് പുരട്ടി കൊടുക്കാം. ഉപ്പുവെള്ളം നല്ല കട്ടിയിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ സ്വല്പം ഉപ്പ് ചേർത്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഉപ്പ് ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. നമുക്കെന്നിട്ട് ഈ ചക്കയിലോട്ട് ഇങ്ങനെ ഉപ്പുവെള്ളം തളിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് എല്ലായിടത്തും പറ്റുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചക്ക മണ്ണും പൊടിയൊന്നും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. കാരണം നമ്മൾ ചക്ക കഴുകാറില്ലല്ലോ, അതുകൊണ്ടാണ്. ഇനി ഇത് ഉപ്പൊക്കെ നന്നായിട്ട് പുരട്ടി എടുത്തു. ഇനി നമുക്കിത് ഒരു ചരുവത്തിലോട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരു ചരുവം എടുത്തു, അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം, കാരണം ഇല്ലെങ്കിൽ ഈ അലുമിനിയം ചരുവമായതുകൊണ്ട് അടിക്ക് പിടിക്കും. അതുകൊണ്ട് സ്വല്പം വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഈ ചക്ക നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ചക്ക ഇനി നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് വാട്ടിയെടുക്കാം. ചക്കയ്ക്കകത്തുനിന്ന് ആവി വന്നു തുടങ്ങി. ഇത് നമുക്കൊന്ന് ഇങ്ങനെ കുടഞ്ഞ് മുകളത്തേത് അടിയിലും അടിയിലത്തേത് മുകളിലോട്ടും ആക്കി നന്നായിട്ട് ഒരുപോലെ വാട്ടിയെടുക്കാം. തീ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. വെള്ളം നമ്മൾ സ്വല്പമല്ലേ ഒഴിച്ചുള്ളൂ, അതുകൊണ്ട് ഉള്ള വെള്ളത്തിൽ വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചക്കയുടെ ഗുണങ്ങളെല്ലാം വെള്ളം ഊറ്റിക്കളയുമ്പോൾ പോകുമല്ലോ. അതുകൊണ്ട് നമ്മൾ വളരെ വെള്ളം കുറച്ച് വാട്ടിയെടുക്കാം. പതുക്കെ വാട്ടിയെടുക്കാം, ധൃതിയൊന്നും പിടിക്കണ്ട, അടിക്ക് പിടിക്കാതെ പതുക്കെ നമുക്ക് വാട്ടിയെടുക്കാം. നമ്മുടെ ചക്ക എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. കളർ മാറിയത് കണ്ടോ, ഇച്ചിരി മഞ്ഞ കളറ് കൂടിയതുപോലെ തോന്നുന്നുണ്ട്. ഇനി ഇത് നല്ലൊരു വൃത്തിയുള്ള തുണിയിൽ വെയിലത്തിട്ട് 2-3 ദിവസം ഉണക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. നമ്മൾ ഉണങ്ങാനായിട്ട് വെച്ച ചക്കയെല്ലാം നന്നായിട്ട് ഉണങ്ങി കേട്ടോ, നന്നായിട്ട് ഉണങ്ങി ക്രിസ്പായിട്ടിരിക്കുകയാണ്. ഇതിന് നമുക്ക് ഉപയോഗിക്കേണ്ട സമയത്ത് ഇത് ആവശ്യത്തിനെടുത്ത് വെള്ളത്തിലിട്ട് കുതിർന്ന് കഴിയുമ്പോൾ സാധാരണ നമ്മൾ പച്ചച്ചക്ക എങ്ങനെയാണോ വേവിക്കുന്നത് അതുപോലൊക്കെ തന്നെ വേവിച്ച് ചക്കപ്പുഴുക്ക് ചക്കവിയൽ ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഈ ചൂടുകാലത്ത് എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ചക്കയില്ലാത്ത സമയത്ത് നമുക്ക് ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കാനായിട്ട് പറ്റും.